എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ അറിവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മറ്റൊരു അറിവിന്റെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എല്ലാവരും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും മറ്റും സ്വന്തം ഇമേജുകൾ മറ്റൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്ന തിരക്കിലാണ് എല്ലാവരും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യരംഗത്തും വൈദ്യശാസ്ത്രത്തിലും വൻ സ്വാധീനം ചെലുത്തി തുടങ്ങിയിരിക്കുന്നു. രോഗനിർണയം, ഡാറ്റ വിശകലനം, മരുന്ന് വികസനം, മെഡിക്കൽ ഇമേജ് തുടങ്ങി നിരവധി മേഖലയിൽ ഇപ്പോൾ AI ഇതിനോടകം തന്നെ ഒരു അനിവാര്യമായ ഘടകമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ അനുസരിച്ച് AIയെ പ്രത്യുൽപാദന വൈദ്യശാസ്ത്രത്തിലേക്കും അതായത് റീപ്രൊഡക്റ്റീവ് മെഡിസിനിലേക്കും എത്തിച്ചതായിട്ടാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതായത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഫെർട്ടിലിറ്റി സെന്ററിലെ ഒരു വിഭാഗം ഗവേഷകർ വികസിപ്പിച്ചെടുത്ത സ്റ്റാർ എന്ന സംവിധാനം. സ്റ്റാർ എന്ന് വെച്ചാൽ സ്പാം ട്രാക്കിംഗ് ആൻഡ് റിക്കവറി മെത്തേഡ്. അതുപയോഗിച്ച് പുരുഷവന്ധ്യതയ്ക്ക് കാരണമായ അസൂസ്പെർമിയ എന്ന അവസ്ഥയിൽ നിന്നും പ്രത്യാശ കൊള്ളാൻ സഹായിക്കുന്നതാണ് ഈ കണ്ടുപിടുത്തം. അതായത് 19 വർഷമായി കുട്ടികൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായ ഒരു ഗർഭധാരണം സാധ്യമായതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അസൂസ്പെർമിയ എന്ന് വെച്ചാൽ ഒരു പുരുഷവന്ധ്യത ആണ്. അതായത് ലോകമെമ്പാടും ഏകദേശം 7 മുതൽ 12% വരെ പുരുഷന്മാരെ ബാധിപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അസൂസ്പെർമിയ. അതായത് പുരുഷന്മാരുടെ സ്പേമിന്റെ ഗുണനിലവാരം, അളവ് അല്ലെങ്കിൽ സഞ്ചാരശേഷി, അതിന്റെ ഘടന എന്നിവയുടെ പ്രശ്നങ്ങളാണ് പൊതുവിൽ ഗർഭധാരണത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന പ്രധാന ഘടകങ്ങൾ. എന്നാൽ അസൂസ്പെർമിയ എന്നാൽ പുരുഷന്മാരുടെ സ്പേമിൽ പൂർണ്ണമായും അഭാവമാകുന്ന അവസ്ഥയെ വിളിക്കുന്ന ഒരു പേരാണ്. അതായത് പുരുഷ വന്ധ്യതയിലെ ഏകദേശം 10% കേസുകളും അസൂസ്പെർമിയ മൂലമാണ് ഉണ്ടാകുന്നത്. ഇതിന് പ്രധാനമായി 2 വകഭേദങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തത് ബീജസഞ്ചാര പഥത്തിൽ തടസ്സം ഉണ്ടായതിനാൽ സ്പേം ഉൽപ്പാദിപ്പിച്ചാലും പുറത്തേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥ. അതിന് കാരണം എന്തായിരിക്കും? അണുബാധകൾ, കൂടാതെ ശസ്ത്രക്രിയ, കൂടാതെ ജന്മനാ ഉള്ള ഒരു വൈകല്യങ്ങൾ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്പേം ഉൽപ്പാദിപ്പിക്കാത്ത ഒരവസ്ഥ. അതിന് കാരണം ജനിതക വൈകല്യങ്ങൾ, ഹോർമോണിലെ തകരാറുകൾ, അതുകൂടാതെ ക്യാൻസർ ചികിത്സകൾ, അതുകൂടാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ. നിലവിൽ ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താ വെച്ചാൽ വൃഷണത്തിൽ നിന്ന് നേരിട്ട് സ്പേം സ്വീകരിക്കുന്ന ശസ്ത്രക്രിയകൾ, അതിനുശേഷം ഉയർന്ന മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കൂടുതൽ കൃത്യമായ സ്പേം കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യകൾ, അതുകൂടാതെ IVF മെത്തേഡ്. അപ്പൊ ഇവയെല്ലാം പലപ്പോഴും ചെലവേറിയതും സമയം പിടിക്കുന്നതും വിജയനിരക്ക് കുറഞ്ഞതുമായ ചികിത്സാ രീതികളാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടാണ് സ്റ്റാർ സാങ്കേതിക വിദ്യ, AIയുടെ സഹായത്തോടെ ഉള്ള സ്റ്റാർ സാങ്കേതിക, അതായത് സ്പാം ട്രാക്കിംഗ് ആൻഡ് റിക്കവറി മെത്തേഡ് എന്നാണ് പറയുക. ഇത് എങ്ങനെയാണ് പ്രയോഗിക്കുക എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൂടാതെ ഹൈ സ്പീഡ് ഇമേജ്, കൂടാതെ മൈക്രോഫ്ലൂയിഡ്സ് എന്നീ സാങ്കേതിക വിദ്യകളുടെ ഒരു സമന്വയമാണ് ഇത്. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്പാമിന്റെ ഈ സാമ്പിളുകൾ സ്കാൻ ചെയ്യാനായിട്ട് ഉയർന്ന ശേഷിയുള്ള ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. ഒരു മണിക്കൂറിൽ ഏകദേശം 80 ലക്ഷം ചിത്രങ്ങൾ, ഒരു മണിക്കൂറിൽ ഏകദേശം 80 ലക്ഷം ചിത്രങ്ങൾ വരെ പകർത്താനായിട്ട് കഴിയും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ പകർത്തിയ ചിത്രങ്ങൾ AI അൽഗോരിതങ്ങൾ ഉപയോഗിച്ചിട്ട് ഓരോ ചിത്രങ്ങളും വിശകലനം ചെയ്യും. അതിനുശേഷം ചെറിയ ജീവനുള്ള സ്പാമുകളെ തിരിച്ചറിയാനായിട്ട് കഴിയും. കണ്ടെത്തിയ സ്പാമുകളെ തരംതിരിച്ച് കേടുപാടുകൾ ഇല്ലാതെ വേർതിരിച്ചെടുക്കുന്നു. ഇത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് രീതിയാണ്. രാസവസ്തുക്കളോ അപകടകരമായ പ്രക്രിയകളോ ഇതിലുപയോഗിക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന ആരോഗ്യകരമായ സ്പേമുകളെ മാത്രമേ വേർതിരിക്കുന്നുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ പരമ്പരാഗതമായ രീതിയേക്കാൾ അതിവേഗത്തിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പൊ 19 വർഷമായിട്ട് കുട്ടികൾക്കായി കാത്തിരുന്ന ദമ്പതികൾക്ക് അവർക്ക് 15 IVF ചികിത്സകൾ പരാജയപ്പെട്ടു. അപ്പോൾ സ്റ്റാർ സംവിധാനം ഉപയോഗിച്ചിട്ട് AI കണ്ടെത്തിയ കുറച്ച് ആരോഗ്യകരമായ സ്പാമുകൾ ഉപയോഗിച്ച് അവർക്ക് IVF നടപ്പിലാക്കി. ഇതിലൂടെ അവർക്ക് വിജയകരമായ ഒരു ഗർഭധാരണം സാധ്യമായി.
അപ്പൊ ഈ സംഭവം ലോകമെമ്പാടുള്ള ശാസ്ത്രലോകത്തിന് ഒരു കൗതുകമായിരുന്നു. അപ്പൊ മെഡിക്കൽ രംഗത്ത് അതിനൂതനമായ ഒരു കുതിച്ചുകയറ്റമാണ് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ വന്ധ്യതാ ചികിത്സയിലെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഇതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ കുട്ടികൾ ഉണ്ടാവില്ല എന്ന വിധിയിൽ എത്തിച്ചേർന്ന പല ദമ്പതികൾക്കും ഇതൊരു പ്രത്യാശ നൽകുന്ന ഒരു വാർത്തയാണ്. അതുകൂടാതെ IVF-ന്റെ വിജയനിരക്ക് ഇനി മുതൽ ഇത് ഉപയോഗിച്ചിട്ട് ഇതും കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ വിജയസാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൂടാതെ ഗുണമേന്മയുള്ള സ്പേമുകളെ ലഭിച്ചതിലൂടെ IVF പോലുള്ള ചികിത്സയുടെ വിജയനിരക്ക് ഉയരും. മറ്റൊരു കാര്യമുണ്ട്, AI ഉപയോഗിച്ചിട്ട് ജനിതക പ്രശ്നങ്ങളുള്ള സ്പാമുകളെ ഒഴിവാക്കി ആരോഗ്യകരമായ സ്പാമുകളെ മാത്രം AI തിരഞ്ഞെടുക്കുന്നു. അപ്പൊ മെഡിക്കൽ രംഗം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ നല്ല വാർത്തകൾ ഇനിയും വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ലൈക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.